ഇതെന്തിനാ അഫ്സല? കോയിന്റെ പാർട്സ്. നമ്മളെടുക്കാൻ പോണേ? ഹണ്ടിങ്, ക്രാബ് ഹണ്ടിങ്. നെണ്ടിനെ കിട്ടുമോ? നെണ്ടിനെ കിട്ടുമോ നമ്മളെ കിട്ടുമോ അറിയില്ല. പോയോക്കെ. ഞങ്ങള് വലൊക്കെ റെഡിയാണ്. അപ്പൊ ഞങ്ങൾ പോവാൻ നിൽക്കുകയാണ്. പിന്നെ എനിക്ക് നെണ്ട് ഇഷ്ടാ? ആ വേണ്ടേ? നമുക്ക് കൊണ്ടുവരുമെന്നുള്ള കാണാൻ വലിയ ചാക്കറ്റൊക്കെയാണ് പോണത്. അപ്പൊ ഞങ്ങൾ ഇവിടെ ഒരു പാലുണ്ട്, ആ പാലത്തിന്റെ അടുത്തേക്ക് പോവാ. ഇപ്പൊ അതിന്റെ പേരെന്താ അഫ്സല? അരിമ്പരുത്തി. അഫ്സല എങ്ങനെ ഉണ്ടായി? കിട്ടുമോ? കിട്ടാതെ അവിടെ പോവാന്. ഏത് മുറിക്കണ്? പീസ് മുറിക്ക്. ഇജി ഏതാണ് മുറിച്ചോണ്ടിട്ട്? അങ്ങനെ അത് ഒരു അരി കിട്ടാൻ പറ്റില്ല, ഒരല്ലി ഇതിന്റെ ഉള്ളിൽ കൂടി. അപ്പോൾ നൗഷാദ് അതിനുള്ള ഇത് തീറ്റ കെട്ടുകയാണ്. ചിക്കൻ്റെ കുടലാണ് നമ്മള് ഇതിന് ഇതായിട്ട് ഉപയോഗിക്കണത്. ഇത് മുറിക്കേണ്ട ആവശ്യമുണ്ടാ? മുറിക്കണം, അത്ര വലുതൊന്നും കെട്ടൂല. അവർ ചെറിയ ചെറിയ കഷ്ണം മറ്റേ കയറ് കെട്ടണം. ആ കുറച്ചുകൂടി അടിക്ക്. ആ അത് മതി. അത് മൂന്ന് വിലാണ്ട് കെട്ടിക്കളാം. അത് മതി. അത് മൊത്തമായിട്ട് ചുരുട്ടിക്കാണ്ട് കെട്ടിക്കളത്. കുടലിൽ പൈസ കൊടുത്തില്ലല്ലോ? കുടല് ഫ്രീ അല്ലേ? നീ കുടലും കണക്കിൽ ചെയ്തുവോ? കുടലൊന്നും കണക്കിൽ ചെയ്തില്ല. എഴുതിയാലും ഉപ്പാൻ്റെ പേരുടെ ചെയ്തുള്ളൂ. പച്ച ചുരുക്കടാ, അത് ഉണ്ടായിട്ട് കിടക്കണോ. ഇങ്ങോട്ടായി കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്കൊക്കെ വരും അത്. ആ നീണ്ടു പോകൂലേ? ആ അപ്പോൾ ഈ തലക്കത് പുറത്തൊന്നും. അഫ്സല് ഇടാൻ പോകുന്നുണ്ട്. വണ്ടികളുണ്ട് അഫ്സല? വണ്ടികൾ വരുന്നുണ്ട്. താഴത്ത് കടിക്കും. അവിടേക്ക് തന്നെ ഇങ്ങോട്ട് അവിടെ കാലാണ്. അതെന്നാ പറയണത്. അഫ്സല അടിച്ചോളാം. കയറ് പിടിച്ചോ. ആദ്യം കയറ് തലമുറ കെട്ടിക്കോ. ലാസ്റ്റ് കൈക്കത് പറഞ്ഞിട്ട് പോട്ടാ. എത്തൂല, കയറിഞ്ഞു കൊണ്ടെത്തില്ലല്ലോ. എത്തൂല, അതാ പറഞ്ഞത്. അടി കടിച്ച പകുതിയും കൂടി എത്തിയിട്ടില്ല അളിയാ. ഒരു റോള് കയറ് കൂടി വാങ്ങിട്ട് വരാം. ഇതെത്തൂല എന്തായാലും. ഇതിട്ടോക്ക. ആ സൈഡിൽ മരങ്ങളാടാ. വാജി നോക്കട്ടെ. അഫ്സൽ ഇവിടെ ഫുള്ള് കമ്പളാണ്. കണ്ടാ? എടാ ഇവിടെ ഫുള്ള് മരങ്ങളല്ലേ. ഇവിടെ ഒക്കെ നോക്കാം അഫ്സൽ അടിയില്. അങ്ങോട്ട് പോകണ്ട. ആൾക്കാർ ഇടാത്ത കൊടുത്ത് 3 ഉണ്ട്. ഇത് 3 ഒരു ഭാഗത്ത് എങ്ങനെ എടുത്ത്? ഇതെത്തൂലതാ സെയിം കയറല്ലേ? അല്ലടാ വേറെ പീസില്ലേ ആ കവറില്ല? പീസ് അതാണ് ഇപ്പൊ അതിൽ ചൂട്ടിയത്. വേറൊന്നുമില്ല. ഒരു കഷ്ണം ഒരു കയറും കൂടി വാങ്ങാണ്ട് നല്ല ഒരു കഷ്ണം കയറ് മതി. ഞാൻ വരുന്നേ. അല്ല നമുക്ക് പോവാ. നമുക്ക് പോവാ. ഞാനും വരാലോ. എന്തിന്? ഇതാരെങ്കിലും എടുത്തോണ്ടോല്ലേ? ആരും എടുത്തോണ്ടാവാനാണ്. മുന്നേ മറ്റേ കൊണ്ടിച്ചോക്കണം. ഏത്? അല്ല ഇത് മൊത്തം ഇട്ടിട്ട് മതി. ഇത് ഇട്ട് കഴിഞ്ഞാൽ വെള്ളം എടുക്കും. അപ്പൊ അയിത്തേ പോവും. അയിത്തേ പോവോ? എന്നാ പൊന്തിച്ച് നോക്കാം. കിട്ടിയാ തന്നെ ഫസ്റ്റ് തന്നെ. എൻ്റെ ഡയലോഗ് വെക്കുമ്പോ ആദ്യം പോക്ക് മറ്റേ പോക്ക്. ആ പൊന്തിച്ച് കിട്ടിയാൽ മതി. പൊന്തിച്ചിട്ട് കെട്ടിയാൽ മതി. അതുപോലെ തന്നെ ബിസ്മില് പൊന്തിച്ചോ. ഇല്ല തൂക്കം കൂടും. ഉണ്ടടാ പൊക്കടാ. പൊക്കി നോക്ക്. കണ്ണാണിയല്ലോ. ശരിക്കും പിടിച്ചട്ടാ. ഞാൻ അയാളോട് ഇടാൻ പറ്റുമെന്ന് വെച്ച് പാലത്തുമ്മേൽ പ്രശ്നം ഉണ്ടാവുന്ന വെച്ചാൽ അയാൾ പറഞ്ഞ് മക്കൾ നിങ്ങൾ ഇട്ടോളൂ, നിങ്ങൾ ചാക്ക് കൊണ്ടുവന്നിക്കണം ഫസ്റ്റ് ആയിട്ട് എന്നോട് ചോദിച്ചത്. അല്ല എന്ത് വെച്ച് അല്ല ചാക്ക് കൊണ്ടുവന്നിങ്ങനെ ഇട്ടോളിട്ടാന്ന് പറഞ്ഞോട്. അപ്പൊ നമ്മള് രണ്ടാമത്തത് പൊന്തിക്കാം. നമ്മള് സമയം എത്രയാടാ? ആ രണ്ടാമത്തെ പൊക്കാൻ പോകും ഞങ്ങള്. അതിലുണ്ട് ഉണ്ട് ആട്ടല്ലേ? ആറ്റത്തിന് പോതാ ഉണ്ട് അവസരം പൊക്ക് കാണില്ല. കുറച്ചുകൂടി പൊക്ക് കാണണ്ടേ? ചെറുതെങ്കിലും ഉണ്ടാവും ആട്ടൊക്കെ. ഒന്നുമില്ല. അതിൻ്റെ ഇടലെ കൂടി കാണും വിചാരിക്കുന്ന നെണ്ടുകളൊക്കെ ഓടി കയറിയിരുന്നു. വെള്ളം ഇളക്കാൻ പാടില്ല എന്നാ. ഒരാളവിടെ
അവിടെ നടന്നു തരണ്ട കേട്ടാ അതെ ആ അല്ല എനിക്ക് വിശപ്പോ കൂടിയാ അതിന് മാത്രം തിന്നാൻ കൊടുത്താൽ മതി. നമ്മളേ ഇമ്പാക്കാൻ്റെ ഒക്കെ നിണ്ട് വാങ്ങുകയാണെങ്കിൽ ഒരു കിലോത്തിന് ഇത് 300 റുപ്യ ആവുള്ളൂ. ഇത് തിന്നിട്ട് തന്നെ അതിനേക്കാൾ വലിയ പൈസ ആക്കുമല്ലോ. ഇതിപ്പോ കിട്ടട്ടെ മറ്റേ ബാക്കി കയറോടെ കയറവിടെ ഉണ്ടായിരുന്നു എടുത്തച്ചാളെ വെയിലിട്ടാൽ ആവശ്യം വരും. ഏതെങ്കിലും കാര്യത്തിൽ സാൻഡ്വിച്ച് ഉണ്ട്, സെവനപ്പ് ഉണ്ട്, സാൻഡ്വിച്ച് ക്രീം പെന്നാണ്, ക്രീം പെന്നാണ്, ക്രീം പെന്ന് സെവനപ്പ്. പേരൊന്നും നോക്കിയിട്ട് ഉള്ള എടുത്ത് പോകും. ഇവിടെ അടുത്തേ അടുത്ത കടം കൂടി ഇല്ലാന്നുണ്ടെങ്കിൽ കോഴിക്കോടിന്റെ അടുത്ത് നിന്നേനെ. അതെ ബാക്കില് അതെ കവറെല്ലാം തൂക്കിട് രണ്ടിനുണ്ടാവില്ല. അയ്യപ്പോ വരുമ്പോ ഭക്ഷണം കഴിച്ചില്ലല്ലേ? ചായ ചേർത്ത ഇത് എത്ര പണിയെടുത്ത് ഫുള്ള് പണി അടുക്കണേ, ഇജ്ജ് ഫോണം പിടിച്ച് അടുക്കളേ പണിയെടുത്ത് വന്നിട്ട് ഇപ്പൊ എത്ര 1 മണിക്കൂറായി. കിട്ടിയത് എത്ര ഒരു നെണ്ട് ഞാൻ വന്നിച്ചപ്പോ കിട്ടി. ആരെ വന്നിച്ചെന്നൊക്കെ ആർക്കാ? 2 എനിക്ക് വാങ്ങിയാണ്, എനിക്ക് ഒന്നും വാങ്ങിട്ടുള്ളൂ. ആ നമ്മളെ ലക്ഷ്യം എന്താ അവസ്ഥല്ലേ? നെണ്ടിനെ കിട്ടുക, നാളെ നല്ല ഫ്രൈ ആക്കി കഴിക്കുക. എന്റെ മോള് പറഞ്ഞ ഒന്ന് മതിയെന്ന്. ആ ഒന്ന് തന്നെ ഉള്ളതുണ്ട്, അവൾക്ക് പോയി തിന്നാനൊന്ന് കുറച്ചും കൂടി നോക്കി നോക്കാം നമുക്ക്. ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനമാണ് നെണ്ട് നല്ല സാധനം. അത് കടലിലത്തല്ല പുഴയത്തത്. അപ്പം ഞാൻ ഒരുപാട് ഇതിൻ്റെ വീഡിയോസ് കാണുന്നുണ്ട്. ഇതിൻ്റെ കൃഷി ഭയങ്കര മർമ്മമാണ് ഈ സാധനത്തിന്. എന്ത് വെള്ളത്തിൽ ചെറിയ വേരിയേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ അറ്റുങ്ങൾ ഇതാവും. കറക്റ്റ് ഇത് വേണം. അതിനെ വളർത്തുന്ന ആൾക്കാരെ പറഞ്ഞു വെച്ചിട്ട് അത് നമ്മളാ ഇത് അടച്ചില്ല അവിടെ. അതിൻ്റെ ശേഷമാണ് നമ്മളെ താപ്പാലം പോയാലൊന്നും ഇപ്പോൾ തീരെ ഉണ്ട്, വളരെ കുറവാണ്. ആദ്യം ഇഷ്ടം പോലെ ഉണ്ട്. വെള്ളം കേടുന്ന ഇതായില്ലേ, വെള്ളം ക്ലിയർ ആയാലേ അതിന് ഭയങ്കര. ആദ്യമൊക്കെ നമ്മൾ നമുക്ക് ഓർമ്മ ഉണ്ടാവും മറ്റേ ആ പറവണത്തെ ആ ഇറച്ചിക്കാരന് എല്ല് കൊണ്ടുവരുന്ന സ്ഥലം അവിടെ പോയിട്ട് ഓരെ കൊണ്ടുവരുന്നു. ഏതായാലും ചാക്കേറ്റ് വന്നിട്ട് നമ്മൾ പോകുന്നത് ഒരൊറ്റ നെണ്ടുമായിട്ടായിരിക്കും അവസരം. ഒന്ന് കിട്ടി, മാനം കെട്ടിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഏതായാലും പോകാനുള്ള തീരുമാനത്തിലാണ്. അവസാനത്തെ പൊക്കലാണ്, അഫ്സലാണ് പൊക്കിക്കൊണ്ടിരിക്കുന്നത്. ഉണ്ടടാ ജില്ലാന്ന് പറഞ്ഞല്ലോ അഫ്സലേ. ആട് മേലെ കേക്ക് മേലെ വെച്ചുവിട്. ഇത് നെണ്ടിനിടാൻ വേണ്ടിയിട്ട് ചിക്കൻ പാർട്സ് കെട്ടുന്നതല്ല കേട്ടാ. എന്താ അഫ്സല ദേഷ്യം പിടിക്കല്ലേ? നെണ്ടിഞ്ഞും കിട്ടും നമുക്ക്. മോളാകുമ്പോ ചളിയാക്കരുത്, ചളിയാക്കരുതാ. ചളാക്കിട്ട് വരണ്ടത്. ആ ഒരു നെണ്ട് നമ്മളെന്താ ചെയ്യാ? ആ ഒരു നെണ്ട് നമ്മളെന്താ ചെയ്യണേ? ആ ഒറ്റ നെണ്ടിനെ ഞാൻ കൊണ്ടുപോകും, എന്നിട്ട് കറി വെച്ചിട്ട് അതിന്റെ സാലിന്റെ കൊടുത്തു തരും എനിക്ക്. എന്താണ് അഫ്സല എൻ്റെ കുട്ടി കൊടുത്തൊക്കെ? ഏതായാലും ഞങ്ങൾ പോവാണ്. അഫ്സല നെണ്ടിനെ കാണിച്ചു കൊടുത്ത നെണ്ടിനെ കാണിച്ചു കൊടുത്താണ്. ആ വളർത്തിക്കൊന്നെ കൊണ്ടിട്ടല്ലോ. ഏയ് ഒന്നായിട്ട് എന്ത് ചെയ്യാനാ? അപ്പൊ ഇങ്ങി തന്നോളൂ. വളർത്തിട്ടുണ്ടാ? വേണ്ട, കുട്ടി കൊടുത്തടാ. ഇതിനെ വലുതാടാ, വലുപ്പുണ്ട്, അവൾക്ക് നല്ലുണ്ട്. ഏതായാലും നമ്മള് ഒരു 10 രൂപ ഒരു ദിവസം നമ്മൾ പിടിച്ചിട്ട് ഇതിന്ന് പിന്മാറുള്ളൂ കേട്ടാ. ചാടിപ്പോയാ കുറെ ഒരു 8 കേറിയതില്. ഏതായാലും നമുക്ക് വണ്ടി എടുക്കും പോയി. അതിന് വലിക്കാനറിയില്ല. ഒരു നെണ്ടുമായി തുടക്കത്തിൽ അത്ര കിട്ടുള്ളൂ. ബിസ്മിക്ക്. അതെ അതെ കേറി ഓക്കെ ഇൻഷാ അല്ലാ.